+1 പബ്ലിക് പരീക്ഷയിൽ ഒരു ഷുവർ ഡെറിവേഷനാണ് ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ. ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ അവർ ചോദിക്കും, ഇതിൽ ഡിറൈവ് ചെയ്ത് കാണിക്കാൻ പറയും. ഗ്രാഫിക്കൽ മെത്തേഡ് വഴി ഗ്രാഫ് ഉപയോഗിച്ചാണ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കുള്ളൂ, വേറൊരു മെത്തേഡ് വഴി ഡിറൈവ് ചെയ്യാൻ ചോദിക്കില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ ഏത് വർഷത്തെ പബ്ലിക് എക്സാം പേപ്പർ എടുത്ത് വെച്ചാലും ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ചോദിച്ചത് 3 or 4 മാർക്കിനുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വർഷത്തെ നിങ്ങളുടെ പബ്ലിക് എക്സാമിനും ഇതിലേതെങ്കിലും ഒരു ഡെറിവേഷൻ ചോദിച്ചിരിക്കും. സോ ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം അത് കൃത്യമായിട്ട് പഠിക്കാനാണ്. ഈ വീഡിയോയിൽ അവസാനം വരെ നിങ്ങൾ കണ്ടാൽ, ചെറിയ വീഡിയോ ആണ്, ഈ വീഡിയോ അവസാനത്തോടെ നമ്മൾ ഈ 3 ഇക്വേഷൻ്റെ ഡെറിവേഷൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കും. ഇതിലേത് പരീക്ഷയിൽ വന്നാലും 100% കോൺഫിഡൻസോടെ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആക്കിത്തരും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെയും കാണാം. നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ക്രിസ്റ്റൽ ക്ലിയർ സർ എന്ന്. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. റെഡി? സോ ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ. അപ്പോൾ പഠിക്കാൻ റെഡി ആയിക്കോളൂ. ഓൾസോ പഠിച്ചതിന് ശേഷം ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് വീഡിയോ നോക്കാതെ, നോട്ട്സ് നോക്കാതെ നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കണം. അതുകൊണ്ട് അതും കൂടി പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ സർ എന്നും കൂടി പറയാൻ. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഡെറിവേഷനിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് b = u+8 ഡെറിവേഷൻ ചെയ്യാം. അപ്പോൾ ഗ്രാഫ് വരച്ച് വെക്കുക. ഇതിൽ വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. മൂന്ന് ഡെറിവേഷനിലും വെലോസിറ്റി എഴുതുക, അവിടെ ടൈമിൽ നിന്ന് ഫുള്ളായിട്ട് എഴുതുക, ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് ഇടയിൽ തുടങ്ങിക്കോട്ടെ, ഇവിടുന്ന് തുടങ്ങണ്ട, ഇടയിൽ നിന്ന് തുടങ്ങുക. ഓക്കെ, ഇടയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുക. ഇനീഷ്യൽ വെലോസിറ്റി u ആണ്, ഫൈനൽ വെലോസിറ്റി v ആണ്. മാർക്ക് ചെയ്യുക. ഇനീഷ്യൽ ടൈം ആക്സിൽ ടൈം ഇനീഷ്യലി 0 ആണ്, ഫൈനൽ ടൈം t ആണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഗ്രാഫ് റെഡിയായി. ഇനി v = u+8 എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കും? വളരെ സിമ്പിളാണ്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ മക്കൾ? ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് സിംപ്ലി ആക്സിലറേഷൻ. ഇപ്പോൾ സ്ലോപ്പ് = ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ x = ആക്സിലറേഷൻ. നമുക്കറിയാത്. ഓക്കെ, സോ ആക്സിലറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് സിംപ്ലി സ്ലോപ്പ്, അഥവാ ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ x. ഈ ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ x എന്താ വരിക നോക്കാം. 2 പോയിന്റ്സ് വേണം. 2 പോയിന്റ്സ് ഇവിടെ. ഇതൊരു ഗ്രാഫിൽ ഒരു പോയിന്റ്, ഇത് ഗ്രാഫിലെ മറ്റേ പോയിന്റ്. ഇത് ഇവിടുന്ന് അവിടേക്ക് എങ്ങനെ എത്തുക എന്നുള്ള കാര്യം നോക്കിയാൽ മതി. ഇവിടുന്ന് ഇവിടേക്ക് ഇങ്ങനെ എത്തും, ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ എക്സ്. ഇവിടുന്ന് ഇവിടേക്ക് അങ്ങനെ എത്തും, ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ വൈ. ഓക്കെ, ദിസ് ഇസ് ΔX, ദിസ് ഇസ് ΔY. എത്രയാണ് നോക്കുക രണ്ടും. ΔX 0, ΔX എന്ന് പറഞ്ഞാൽ 0 മുതൽ t വരെയാണ്. 0 മുതൽ t വരെ എന്ന് പറഞ്ഞാൽ t ആണ്, ശരിയല്ലേ? 0 മുതൽ 3 വരെ 3 ആണ്, 0 മുതൽ 4 വരെ 4 ആണ്, 0 മുതൽ 5 വരെയുള്ള ഡിസ്റ്റൻസ് വരിക 5 ആണ്, 0 മുതൽ t വരെ t ആണ്. ഓക്കെ, അപ്പോൾ ΔX t ആയിട്ട് കിട്ടി. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, താഴെ t. ΔY എന്തായിരിക്കും മാത്രമേ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളൂ, അത് നമുക്ക് ചെയ്യാം. നമ്മൾ ആലോചിച്ച് നോക്കി. ΔY എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത്രയെന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടലി ഇതുവരെ 0 to v ആണ്, 0 to u ആണ്, ഇത്രയും u ആണ്, ഇത്രയും v, ഇത്രയും u. അപ്പോൾ ഇത്ര എത്രയായിരിക്കും? മൊത്തം വിയിൽ നിന്ന് u എടുത്ത് കളഞ്ഞാൽ ഇത് കിട്ടും. അതായത് മൊത്തം വിയിൽ നിന്ന് u മൈനസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ്, വിച്ച് ഇസ് ബേസിക്കലി ദിസ്. ദാറ്റ് ഈസ് ഈ ഡിസ്റ്റൻസ്, അഥവാ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിയിൽ നിന്ന് u എടുത്ത് കളയുക. അതായത് വിന്ന് u കളയുക. v മൈനസ് u ആണ്. ഇതെന്താണ്? v മൈനസ് u. വിയിൽ നിന്ന് u എടുത്ത് കളയാൻ കിട്ടില്ലേ? ഇതാണ് സാധനം. ദാറ്റ് ഇസ് v മൈനസ് u. സോ ഈ സാധനം v മൈനസ് u ആണ്, അഥവാ ഈ സാധനം, അതായത് ΔY എത്രയായിരിക്കും? v മൈനസ് u ആണ്. സംശയം ഉണ്ടോ? നോക്കി നോക്കുക മക്കളെ. ഇത് 5 മീറ്റർ ആണ്, ഇത് 3 മീറ്റർ ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് 2 മീറ്റർ അല്ലേ? അതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? 5 മൈനസ് 3. ഈ 2 എങ്ങനെ കിട്ടി? മൊത്തം 5 നിന്ന് 3 എടുത്ത് കളയാം. 5 മൈനസ് 3, ദാറ്റ് ഈസ് v മൈനസ് u. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ? ഒരു നമ്പർ കൂടി എടുത്ത് ചെയ്യണോ? ചെയ്യാം. വാ, ഇത് 10, ഇത് 10, ഇത് 4, ഇത് എത്രയാണ്? ഇത് 6, ശരിയല്ലേ? 14. അതെങ്ങനെ കിട്ടുക? 10 മൈനസ് 4 ചെയ്താലും കിട്ടില്ലേ? അപ്പോൾ ആ ലോജിക്കിലാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് 10 മൈനസ് 4 അഥവാ v മൈനസ് u. v മൈനസ് u. ഈ സാധനം മൈനസ് ചെയ്താണ്. ഇത് കിട്ടി. ക്ലിയർ ആണല്ലോ? ആ മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇനി ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ പരീക്ഷയിൽ പോയി ജിംനാസ്റ്റിക് കളിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ΔY = ആ സാധനം ലെങ്ത് എത്രയാണ്? v മൈനസ് u ആണ്. ഓക്കെ, ഇനി പറ ΔY v മൈനസ് u ആണ്. ബേസിക്കലി യു വിൽ ഗെറ്റ് ദി ഇക്വേഷൻ ഫോർ ആവറേജ് ആക്സിലറേഷൻ. ആവറേജ് ആക്സിലറേഷൻ ഇക്വേഷനിൽ കിട്ടിയേ. അപ്പോൾ a = v മൈനസ് u ബൈ t കിട്ടി. ഇനി നിങ്ങൾ ആ ടീനെ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ യു വിൽ ഗെറ്റ് v മൈനസ് u = at. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ പരിപാടി തരും. v = മൈനസ് യുവിന് അപ്പുറത്തേക്ക് കൂടെ, അപ്പോൾ പ്ലസ് u ആവും. v = u+8. ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ജസ്റ്റ് നിങ്ങളെ ഗ്രാഫ് വരച്ച് വെക്കുക. ഇത് v മൈനസ് u ആണെന്ന് ബൈഹാർട്ട് പഠിച്ച് പോയിക്കോ. ഇത് t ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്, നമുക്കറിയാം വെലോസിറ്റി ഗ്രാഫിൻ്റെ. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ x, ആക്സിലറേഷൻ ചേഞ്ച് ഇൻ y v മൈനസ് u, മറ്റേത് t ആണ്. റീഅറേഞ്ച് ചെയ്യുക, യു വിൽ ഗെറ്റ് ഫസ്റ്റ് ഇക്വേഷൻ. ഒരു ബുദ്ധിമുട്ടും ഇല്ല.
ഇതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ബൈ ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ സെയിം ഗ്രാഫ് രണ്ട് വ്യത്യാസമില്ല. ഇത്രയും ടി ആണ് ഞാൻ ഒന്നുകൂടി മാർക്ക് ചെയ്തു, ഇത്രയും ഭാഗം വി മൈനസ് യു ആണ് ഞാൻ ഒന്നുകൂടി മാർക്ക് ചെയ്തു. ഓക്കെ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, വേറെ ഒരു വ്യത്യാസമില്ല. ഇവിടെ നിങ്ങളുടെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് എന്താ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, എസ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഏരിയ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ഏരിയ എടുക്കുക. ഏരിയ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു, ഈ ഗ്രാഫിൻ്റെ ഏരിയ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാം ഇങ്ങനെ. പക്ഷെ അങ്ങനെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഈ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ബൈ ടി സ്ക്വയർ കിട്ടില്ല. ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ ഇതല്ലേ, പക്ഷെ അങ്ങനെ കിട്ടില്ല. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഈ ഗ്രാഫിനെ പൊട്ടിക്കും. ഒന്ന്, നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാം, കുഞ്ഞു ട്രയാങ്കിൾ, വി മൈനസ് യു ഹൈറ്റും ടി ബേസും ഉള്ള ഒരു ട്രയാങ്കിൾ കാണാം. അതുകൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ റെക്ടാങ്കിൾ കാണാം, ഈ റെക്ടാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ റെക്ടാങ്കിളിൻ്റെയും ഏരിയ നിങ്ങൾ സെപ്പറേറ്റ്ലി ആഡ് ചെയ്താലും നിങ്ങൾക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടില്ലേ? കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഏരിയ ഓഫ് റെക്ടാങ്കിൾ എടുക്കും ആദ്യം, നിങ്ങൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എടുക്കും, രണ്ടും കൂടി നിങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏരിയ വിച്ച് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, ഏരിയ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് സിംപ്ലി ഈക്വൽ ടു ഏരിയ ഓഫ് റെക്ടാങ്കിൾ എൽ ഇൻറ്റു ബി ആണ്, മറ്റേൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ബി എച്ച് ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത്, മക്കളെ ലെങ്ത്തിന് ഇതായിട്ട് എടുക്കാം, യു ആയിട്ട് എടുക്കാം. ഈ റെക്ടാങ്കിളിൻ്റെ കാര്യമായിട്ട് പറയുന്നത് ലെങ്ത്ത് യു ആണ്, ബ്രെഡ്ത്ത് ടി ആണ്, 0 to t അല്ല, ടി ആണ്. അപ്പം ഇത് യു, മറ്റേ ടി, സോ യു ടി വരും, യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ആ ട്രയാങ്കിളിൻ്റെ കാര്യത്തിൽ ബേസ് എത്തിയ ട്രയാങ്കിൾ ഇതാണ്, പിങ്ക് കളർ ട്രയാങ്കിൾ. ബേസ് ട്രയാങ്കിളിൽ ടി ആണ്, ഇത്രയല്ലോ, ഇത്രയല്ലേ ബേസ്, ജസ്റ്റ് ബേസിക്കലി 0 to t, ടി ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ട്രയാങ്കിളിൻ്റെ മാത്രം മതി, മൊത്തം ഹൈറ്റ് വേണ്ട, ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് വേണം, അത്രേ വി മൈനസ് യു ഉള്ളൂ. അപ്പോൾ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് യു, ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് യു. അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയത് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് എന്തോ സാധനം കിട്ടി? യു ടി കിട്ടി. യു ടി മാച്ച് ആവുന്നതിന് എസ് എസ് മാച്ച്. ഈ ഹാഫ് എ ടി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഇവനാണ് വന്നിരിക്കുന്നത്. അതായത് ബേസിക്കലി ഈ ആക്സിലറേഷൻ വരേണ്ട അടുത്ത് വി മൈനസ് യു വന്നിരിക്കുന്നത്. അപ്പോൾ ആ വി മൈനസ് യുവിന് എങ്ങനെയാണ് കളയണം? എന്നിട്ട് ആക്സിലറേഷനെ കൊണ്ടുവരണം. ആ വി മൈനസ് യു ആക്സിലറേഷൻ നമ്മളൊരു ബന്ധമുണ്ടല്ലോ, എന്താണ്? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അപ്പോൾ വി മൈനസ് യു എന്തായിരിക്കും ആക്സിലറേഷൻ ടേംസിൽ? വി മൈനസ് യു സിംപ്ലി എ ടി. ഇത് ഫസ്റ്റ് ഇക്വേഷൻ നിന്ന് കിട്ടും. വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് അതൊന്നും കിട്ടും. അല്ല, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ആ ഇക്വേഷൻ കിട്ടി. അപ്പോൾ എങ്ങനെയും ഇവനെ മാറ്റി നിങ്ങൾ ആക്സിലറേഷൻ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ബുദ്ധിയിൽ നിങ്ങൾ ആ ഇക്വേഷൻ, ആ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി എന്ന് കിട്ടി, അത് നിങ്ങൾ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു ക്യാൻ റൈറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. ഇനി പരിപാടി തീർന്നു, കഴിഞ്ഞു, ബേസിക്കലി ഇപ്പോൾ തീർന്നു നോക്കിയോ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഓൾറെഡി ഉണ്ട്, വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എ ടി ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ തീർക്കാൻ പരിപാടി ചെക്ക്മേറ്റ് ആക്കാം. ബാ, യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ഉണ്ട്, 2 ടി ഉണ്ട്, സോ ടി സ്ക്വയർ വരും. സോ പെട്ടിൽ പിടിച്ചിടുക, കഴിഞ്ഞു പരിപാടി. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ബൈ ടി സ്ക്വയർ ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുക. ക്ലിയർ ആണല്ലോ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ബൈ ടി സ്ക്വയർ ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുക, ഒരു ബുദ്ധിമുട്ടില്ല. എഴുതാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, ഡിറൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏരിയ എടുക്കുക, ഏരിയ സ്പ്ലിറ്റ് ആയിട്ട് എടുക്കുക, ഇടയിൽ ഒരു ഉടായ്പ ചെയ്യണം, ഉടായ്പ അല്ല ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. അതായത് വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുന്ന് വി എസ് ഇക്വൽ ടു വി മൈനസ് യു എന്ന് പറഞ്ഞാൽ വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എ ടി ആയിരിക്കും. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി ചെയ്താൽ പരിപാടി തീർന്നു. ക്ലിയർ ആണല്ലോ? ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ ഇതേപോലെ തന്നെ ഏരിയ എടുക്കാം. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഏരിയ എടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുമെങ്കിലും ഏരിയ നമ്മൾ ഒറ്റ അടിക്കായിരിക്കും എടുക്കാൻ പോകുന്നത്. ഒറ്റ അടി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതെല്ലാം കൂടെ ഒരൊറ്റ ഏരിയ, ഒറ്റ ഏരിയ ആയിട്ട് എടുക്കുക. അപ്പോഴും നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടില്ലേ? ഈ ഷേപ്പിനെ നമ്മൾ വിളിക്കും ട്രപ്പീസിയം. കുച്ചു 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 ഇങ്ങനെ ഇരിക്കും ബേസിക്കലി, ശരിയല്ലേ? ആ ഷേപ്പല്ലേ ഇത് നമ്മൾ ട്രപ്പീസിയം എന്ന് വിളിക്കും. ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത 2 പാരലൽ സൈഡ്സ് ഉണ്ട്. ഇത് പാരലാണ്, മറ്റേ ആൾക്കാർ പാരലൽ ഒന്നുമില്ല, തോന്നിയ പോലെ ഒരെണ്ണം അങ്ങനെ ഒരെണ്ണം ഇങ്ങനെ. ഈ 2 പാരലൽ സൈഡ്സിൻ്റെ പ്രത്യേകതയുണ്ട്. അതിനെ ഒന്നിനെ നമ്മൾ എ എന്ന് വിളിക്കും, മറ്റേ നമ്മൾ ബി എന്ന് വിളിക്കും. ഈ പാരലൽ സൈഡ്സ് നമ്മളുടെ ഹൈറ്റിനെ ഡിസ്റ്റൻസിനെ നമ്മൾ ഹൈറ്റ് എച്ച് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഏരിയ ഓഫ് ട്രപ്പീസിയത്തിൻ്റെ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എ പ്ലസ് ബി, അതായത് 2 പാരലൽ സൈഡ്സ് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എച്ച് ആണ്. 2 പാരലൽ സൈഡ്സ് ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക, ഇൻറ്റു എച്ച് ചെയ്യുക. എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു എച്ച്, അല്ലെ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്, അങ്ങനെ ഓർത്ത് നോക്കുക. ക്ലിയർ ആണല്ലോ? ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി, ഫോർമുല ബൈ ഹാർട്ട് ആക്കിയാലും കുഴപ്പമില്ല. ഹാഫ് ഇൻറ്റു അതായത് എ പ്ലസ് ബി ഡിവൈഡ് ബൈ 2 ഇൻറ്റു എച്ച്. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രപ്പീസിയാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എടുക്കുകയാണ്, അങ്ങനെ തന്നെ ചെയ്താൽ പോലെ, അത്രയുള്ള സംഭവം. അപ്പോൾ ഏരിയ ഓഫ് ദിസ് ട്രപ്പീസിയം ഇസ് ഈക്വൽ ടു ഹാഫ് എഴുതുക ആദ്യം.
അതായത് ഞാൻ a+b/2 ഞാൻ ഹാഫ് എന്ന് എഴുതി കുഴപ്പമുണ്ടോ? അല്ല വേണ്ട, അങ്ങനെ തന്നെ എഴുതാം. a+b, a എന്താണ്? ഇത് ഈ സൈഡും ഈ മൊത്തം സൈഡുമാണ് പാരലൽ സൈഡ്സ്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരുന്ന u ആണ്. ഈ മൊത്തം സൈഡ് എടുക്കണം. ഇത്ര v - u മാത്രം എടുത്താൽ വരാം. മൊത്തത്തിൽ എടുക്കുമ്പോൾ ഇത്രയാണ്. അത്രയെന്ന് പറഞ്ഞാൽ ഇത്രയും, ദാറ്റ് ഈസ് 0 to v, u+v. ഇപ്പോൾ 2 പാരലൽ സൈഡ്സ് /2 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വിച്ച് ഇസ് t. ഈ ലെങ്ത് ആണ്, ദാറ്റ് ഈസ് ഈ ലെങ്ത് t. u+v/2 ഇൻറ്റു t ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് s. മനസ്സിലാവുണ്ട്? ഇത് ഒരു പാരലൽ സൈഡ്, മറ്റേ പാരലൽ സൈഡ് /2 ഇൻറ്റു അവർ തമ്മിലുള്ള ലെങ്ത്ത്, അവർ തമ്മിലുള്ള ഹൈറ്റ്, h ആണ് ഇവിടെ, അവിടെ h ആണ്, ഇവിടെ t ആണ്. ഇത്രയും t. ഓക്കെ, ഇനി നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ v², u², 2ഉം as ഒക്കെ വേണ്ടത്. ഇതിലിവിടെയും t കാണുന്നില്ല. v² = u² + 2as t ഇല്ല. അപ്പോൾ ടീനെ എടുത്ത് കളാം. എങ്ങനെ എടുത്ത് കളയാം? മറ്റേ പരിപാടി തന്നെ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പരിപാടിയിൽ ആക്സലറേഷൻ ഇക്വേഷൻ കൊണ്ടുവരാം. അതിന് ടീനെ നമ്മൾക്ക് മാറ്റണം, എക്സ്ചേഞ്ച് ചെയ്യണം. ടീനെ എവിടെ കൊണ്ടുവരാം? ആക്സലറേഷൻ കൊണ്ട് കൊണ്ടുവന്നോ. അപ്പോൾ ടീക്ക് ഒരു ഇക്വേഷൻ കിട്ടും, t = v - u/a എന്ന് കിട്ടും. അതിനെ കൊണ്ടുപോയി ഇവിടെ ഇടുക. കാരണം ടീനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. ടീനെ എലിമിനേറ്റ് ചെയ്യണം. ടീനെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയണം. വെറുതെ എടുത്തുകൊണ്ട് കളയാൻ പറ്റുമോ? അപ്പോൾ ടീനെ നിങ്ങൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ s = u വിൽ ഗെറ്റ്, ഇതിനെ നേരെ തിരിച്ചെഴുതി v+u എന്ന് എഴുതി. u+vനെ കുറച്ച് കഴിയുമ്പോൾ ആവശ്യമുണ്ട് നമുക്ക്, അതുകൊണ്ടാണ് സ്റ്റക്കായോ. u+vനെ v+u എന്ന് നേരെ തിരിച്ചെഴുതി, കുഴപ്പമില്ലല്ലോ. /2 ഉണ്ട്. ഇനി t എന്ന് പറഞ്ഞാൽ എന്താണ്? t എന്ന് പറഞ്ഞാൽ v - u/a ആണ്. v - u/a. അതിന് സെയിം റിലേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. a = v - u/t. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം a+b × a - b എന്ന് പറഞ്ഞാൽ a² - v² ആണ്, b² ആണ്. സോ അതേ ലോജിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പറയാം v+u × v - u എന്താണ്? v² - u² ആണ്. താഴെ 2 × a ഉണ്ടാവും, 2a. എന്താണ് ലോജിക്ക്? a+b × a - b മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റി നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ്. a - b = a² - b². അപ്പോൾ ഇത് v² - u² കാരണം v+u × v - u ആണ്. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഇംപ്ലൈസ് 2a അങ്ങോട്ട് കൊണ്ടുപോയാൽ യു വിൽ ഗെറ്റ് v² - u² = 2 × a × s വരും. ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്താൽ -u² അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ +u² ആവും. ദാറ്റ് ഈസ് u² + 2as. v² = u² + 2as. ഇങ്ങനെ നല്ല പുഷ്പം പോലെ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കാം. കഴിഞ്ഞ പരിപാടി. ഈ 3 ഡെറിവേഷനും ബൈഹാർട്ട് പഠിക്കുക. ബൈഹാർട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തിയിരുന്ന് കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നൊരു കാര്യമില്ല. ഒരു പേജ് എടുക്കുക, ഈ ഗ്രാഫ് വരയ്ക്കുക, സ്വന്തം ഡിറൈവ് ചെയ്യാൻ നോക്കുക. ഡിറൈവ് ചെയ്യുന്നതിനിടയിൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ വീഡിയോ ഒന്നുകൂടി കാണുക, അല്ല നോട്ട്സ് ഒന്നുകൂടി വായിക്കുക, വീണ്ടും സ്വന്തം ചെയ്യാൻ നോക്കുക. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ഓരോ ഡെറിവേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അല്ല നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടും കാര്യമില്ല. ഓക്കെ എന്ന് പറഞ്ഞതോടെ ഞാൻ എന്ത് ചെയ്യാണ്? ഡെറിവേഷൻ നിർത്താൻ പോവാണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, പരീക്ഷയിൽ ഇങ്ങനെ v + u, v = u+a/t ഡിറൈവ് ചെയ്യൂ എന്ന് നിർബന്ധമായിട്ട് പറയണമെന്നില്ല. പരീക്ഷയിൽ നിങ്ങളോട് പറയും ഡിറൈവ് വെലോസിറ്റി, ഫുൾ എഴുതുന്നില്ല അല്ലേ, ഫുൾ എഴുതേണ്ട ആവശ്യമില്ല. വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക വെലോസിറ്റി ടൈം കൂടി വരുന്നത് എന്താണ്? v = u+a/t ആണ്. അതേപോലെ ഡിറൈവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കിയിട്ട് s = ut + rvt² ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഡിറൈവ് ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി അല്ലെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ബുദ്ധി പറയും നിങ്ങൾ മനസ്സിലാക്കുക. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമായിട്ട് വരുന്ന ടൈം ഇല്ലാണ്ട് വരുന്ന ഇവനാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ പരീക്ഷയിൽ എളുപ്പമായിരിക്കും. വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം അല്ലെ വെലോസിറ്റി റിലേഷൻ വിത്ത് ടൈമിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ഡിറൈവ് ചെയ്യണം. എഴുതിയാൽ പോരാ, ഡിറൈവ് ചെയ്യണം. ഗ്രാഫ് വരച്ചിട്ട് സെയിം ഗ്രാഫാണ് എല്ലാവർക്കും വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ.